ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോണത് പിക്സൽ ആർട്ടാണ്. ഇപ്പം വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പം നമുക്ക് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കണേക്കാൾ അത് ബെറ്റർ ഇങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമായിരിക്കും. നമുക്ക് റൂം ഡെക്കോറൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ ഇന്ന് അടക്കാൻ പോകുന്നത് ഒരു സ്ട്രോബെറി ആണ്. അപ്പം അതിന് നമുക്ക് ആദ്യം ഗ്രിഡ് വരച്ചു കൊടുക്കണം. ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് 9 കോളം, മേളിന്ന് താഴേക്ക് 10 കോളമാണ് വേണ്ടത്. അപ്പം നമുക്കത് വരച്ചു കൊടുക്കാം. സ്കെയിലിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കണത്. സ്കെയിലിൽ ഇങ്ങനെ ലൈൻസ് കൊടുത്തിട്ടുണ്ടാവില്ല, അത് വെച്ചിട്ട് ആ ഒരളവിലാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 0.5 ഡിസ്റ്റൻസ് ഇട്ടിട്ട് വരയ്ക്കാവുന്നതാണ്. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതെൻ്റെ ചാനലിൽ 3ാമത്തെ വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് ഏത് പിക്സൽ ആർട്ടാണ് ചെയ്ത് നോക്കണ്ടെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗ്രിഡ് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാലൻസ് പറഞ്ഞത് കട്ട് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇത് ചാർട്ട് പേപ്പർ, കുറച്ച് കട്ടിയുള്ള ചാർട്ട് പേപ്പറിലാണ് വരയ്ക്കണത്. നോട്ട്ബുക്കിൽ, അതായത് നമ്മൾ സാധാരണ വരയില്ലാത്ത നോട്ട്ബുക്കിൻ്റെ പേപ്പറിൽ ചെയ്താലും മതി. പൂവുകളിലൊക്കെ ഒട്ടിക്കുമ്പോൾ കുറച്ച് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചാർട്ട് പേപ്പറിലാവും. കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും പേപ്പറിൽ ചെയ്യണതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഏതൊക്കെ ഗ്രിഡിലെ ഏതൊക്കെ കളറാണ് കൊടുക്കേണ്ടതെന്നൊന്ന് എഴുതി കൊടുക്കുക. എഴുതി കൊടുക്കുമ്പോൾ നമുക്ക് അത്ര കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നമുക്ക് തെറ്റി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് കളേഴ്സ് എവിടേക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഇത് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഓരോ ഗ്രിഡിലും കളർ കൊടുക്കുക. ആദ്യം ബ്ലാക്കാണ് കൊടുക്കുന്നത്. നല്ല വൃത്തിയിൽ വരച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് ചെയ്യണതായിരിക്കും ബെറ്റർ. ഞാനിപ്പോൾ ആദ്യം ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഞാൻ സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ടാണ് കളർ അടിക്കുന്നത്. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. പിന്നെ നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് അടിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മൾ റെഡ് അടിച്ചു കൊടുക്കുക. പിന്നെ ആ എഴുതിയേക്കണത് ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പാട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലൈറ്റ് ഗ്രീനും പിന്നെ ഡാർക്ക് ഗ്രീൻ എൻ്റെ അടുത്ത് മാർക്കർ ഉണ്ടായിരുന്നില്ല, അപ്പം അതുകൊണ്ട് ഞാൻ പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്ത ഏതാ വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.